അതിന്റെ ഷർത്തും ഫർളുകളും കാജിവാത്തും റുക്നുകളും പാലിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന എത്രയെത്ര മനുഷ്യരാ, എത്ര കോടിക്കണക്കിന് ആളുകളാ. ഏത് രാജ്യത്തും ഒരേ നിയമമാണ്. എല്ലാവർക്കും നിസ്കാരമുണ്ട്, എല്ലാവർക്കും നോമ്പുണ്ട്, എല്ലാവരും കഅബാലയത്തിലേക്ക് വരുന്നുണ്ട് ഹജ്ജിന് വേണ്ടിയിട്ട്. എല്ലാം ഒരൊറ്റ ചിന്തയിലാണ്, ഒരൊറ്റ ദിക്റിലാണ്, ഒരേ വേഷത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ആ ആശയം പിൻപറ്റുന്ന ജനകോടികളാണ് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നത്. അവിടുത്തെ ആദർശത്തെ പിൻപറ്റുന്നവരുമുണ്ട്, അവിടുത്തെ അനുകരിക്കുന്നവരുമുണ്ട്. ഏത് നേതാവിനെയാണ് ആ നേതാവ് മുടിവെച്ച പോലെ മുടിവെക്കുന്നത്? ഏത് നേതാവ് താടിവെച്ച പോലെ താടിവെക്കൽ സുന്നത്തുള്ളത്? ഏത് നേതാവ് നടന്നതുപോലെയാണ് നടക്കാൻ കൊതിക്കുന്ന അനുയായികളുള്ളത്? ഏത് നേതാവിനെയാണ് അവർ ഇരുന്നത് പോലെ, അവര് കാല് വെച്ചതുപോലെ, അവര് ഭക്ഷണം കഴിച്ചതുപോലെ, അവര് കുടുംബജീവിതം പാലിച്ചതുപോലെ, അവരെ ഏതെല്ലാം വിഷയത്തിൽ ഏതെല്ലാം നിലക്കാണ് പ്രവർത്തിച്ചത്, അതിനെ ഫോളോ ചെയ്യുന്ന ഏത് അനുയായിയാ ലോകത്തുള്ളത്? തുല്യതയില്ലാത്ത രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് നേതാവിനെ വായിക്കാൻ കഴിയും ശരീരത്തിൽ ഇത്ര രോമം നിരച്ചിട്ടുണ്ട് എന്ന് അനുയായികൾ രേഖപ്പെടുത്തിയത്? ഇല്ല, ഇല്ല, കഴിയില്ല. അവിടുത്തെ നെറ്റിത്തടം എങ്ങനെയായിരുന്നു? ശമായിൽ തുറമുതി വായിച്ചാൽ കഴിയുമല്ലോ, അറിയാമല്ലോ. അവിടുത്തെ നെറ്റിത്തടം വിശാലമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടം വീതിയുള്ളതായിരുന്നു. പുരികയോ അധിക കട്ടിയുള്ളതോ നേർത്തതോ അല്ല, നല്ല കാണാൻ ചന്തമുള്ള പുരികയായിരുന്നു. ദൂരെ നിന്ന് തന്നെ നോക്കിയാൽ കാണും വിധത്തിലുള്ള നല്ല ഭംഗിയുള്ള പുരികോ. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ കവിൾത്തടമോ റുമ്മാൻ പഴത്തിന്റെ കുരുപോലെ തിളങ്ങുന്നതായിരുന്നു. മഹാന്മാര് ഉദാഹരിച്ച് എഴുതി വെക്കുകയാണ്. ഇത് ഞാൻ എന്റെ വക പറയുകയല്ല. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ ശമായില് വായിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശാരീരിക ഘടന തന്നെ വായിച്ചാൽ ആ ഹബീബിനോട് പ്രണയം തോന്നും മോമിന്. ഇത്ര നേതാവ് ഇത്ര ഭംഗിയില്, ഇത്ര സ്വഭാവ ഗുണത്തില് ഏത് വിഷയത്തിൽ എടുത്തു പരിശോധിച്ചാലും ഒന്നാമനായി വേറൊരാളെ എത്തിക്കാനില്ല. അവിടുത്തെ കവിൾത്തടത്തിന്റെ തിളക്കമാ. മാമ്പഴത്തിന്റെ തൊലി അഴിച്ചാൽ അതിന്റെ കുരുവിനൊരു തിളക്കം കാണാമല്ലോ, അതിന്റെ കുരുവിനൊരു തിളക്കം കാണാമല്ലോ. അവിടുന്ന് ചിരിച്ചാൽ അവിടുത്തെ പല്ലോ സുബ്ഹാനല്ലാഹ് ചെപ്പിലടക്കി വെച്ച മുത്തുപോലെ. അവിടുത്തെ പല്ലിനെന്തൊരു ചന്തമാ, എന്തൊരു തിളക്കമാ. അല്ലാഹു അത്ര സൗന്ദര്യം വേറെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ശരീരത്തിലെ രോമങ്ങളുടെ ശൈലി വരെ, രൂപം വരെ സ്വഹാബത്ത് പറയാണ്, അവിടുത്തെ നെഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു നേർരേഖ പോലെ, വെള്ള പേപ്പറിൽ കറുത്ത വര വരച്ചാലുള്ളത് പോലെ അവിടുത്തെ ശരീരത്തിലെ നടുഭാഗത്തു കൂടെ ഇങ്ങനെ രോമത്തിന്റെ ഒരു ലൈന് കാണാമായിരുന്നു. ഭൂമേനിക്കെന്തൊരു ചന്തമാ, എന്തൊരു സൗന്ദര്യമാ. അത് കാണാനും കൊതിച്ചവരല്ലേ, അത് പുലുകാനും കൊതിച്ചവരല്ലേ സ്വഹാബ. അതിനെ കിട്ടാനല്ലേ അവരാഗ്രഹിച്ചത്. ഒന്ന് മൗത്തിന്റെ മുന്നേ ആ ശരീരം ഒന്ന് പുലുകണമെന്നുള്ള വലിയ ആശയോടല്ലേ ബദർ രണാങ്കണത്തിൽ വെച്ചിട്ട് സവാദ് തങ്ങൾ ഒരു ഐഡിയ ഒപ്പിച്ചത്. എനിക്കൊന്ന് ഹബീബിനെ ശരീരം ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുള്ളതിനൊരു ആശ വന്നപ്പോ അത് തക്കമ്പാത്ത് കഴിഞ്ഞിരുന്ന സവാദ് തങ്ങൾക്ക് തന്റെ വടി കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വഫ് നേരെയാക്കുന്ന സമയോ സവാദ് തങ്ങളെ ഒന്ന് തട്ടിയല്ലോ. അവിടുത്തെ കുന്തം കൊണ്ട് നേരെയാക്കാൻ നേരം ഒന്ന് തട്ടിയതാണ്. സവാദ് തങ്ങളെ കുപ്പായമില്ലാത്ത ശരീരത്തിൽ തട്ടുകയാ. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, എന്റെ ശരീരത്തിൽ തങ്ങളെ വടി കൊണ്ട് അടിച്ചല്ലോ നബിയേ, വേദനിച്ചു എനിക്ക്, സവാദിന് വേദനിച്ചു നബിയേ. തങ്ങളെ റഹ്മത്തുല്ലിൽ ആലമീനല്ലേ, കാരുണ്യവാനല്ലേ, ലോകത്തിനു മുഴുവനും അനുഗ്രഹമായി അല്ലാഹ് അയച്ച നേതാവല്ലേ. ഈ ബദർ രണാങ്കണത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് സംസാരം. എനിക്ക് പകരമെടുക്കണം നബിയേ, എനിക്ക് ഖിസാസ് വേണം റസൂലേ.
സവാദിനെന്തു പറ്റി? സ്വഹാബത്തിന്റെ വല്ലാത്ത അത്ഭുതത്തോടുകൂടെയുള്ള ചോദ്യമാ. സവാദിനെന്തു പറ്റി? ബദറണാങ്കണത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാന്റെ ഹബീബ് നേരെയാക്കാൻ, സഫൊന്നു നേരെയാക്കാൻ വേണ്ടി വടികൊണ്ട് ചൊവ്വേ നിർത്തിയതല്ലേ? അതിന് പകരമെടുക്കാനുണ്ടോ? അതിന് പകരമെടുക്കാനുണ്ടോ? സവാദിനെന്തേ പറ്റിയത്? ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് പെരിയോനോമൈറകൈ പേശും ജിന്നിൻ സിടകൈ പിരിശം റസൂലദാകൈ യാ സഫിയല്ലാഹ് യാ സഫിയല്ലാഹ് തങ്ങള് റഹ്മത്തുല്ലില്ലാലമീനല്ലേ? എനിക്ക് വേദന ആയിട്ടുണ്ട്, ഞാൻ പകരം വീട്ടണം. തങ്ങളെ കുപ്പായല്ലാത്ത ബോഡി എനിക്ക് വേണം. എന്റെ ശരീരത്തിൽ തട്ടിയത് അങ്ങനെയാ, തങ്ങളും അങ്ങനെ തന്നെ നിന്ന് തരണം. സ്വഹാബത്തിന്റെ മുമ്പിൽ മുത്തു റസൂലുള്ള എന്തു പറയുമെന്ന് ഇങ്ങനെ സ്വഹാബത്ത് കണ്ണും നോക്കി നിൽക്കുകയാണ്. അള്ളാന്റെ ഹബീബ് സമ്മതം കൊടുക്കാൻ, നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇതിന്റെ പേരിൽ കൊടുങ്ങരുത്, സവാദേ നിന്റെ ആഗ്രഹം പോലെയാകാം. അള്ളാന്റെ ഹബീബ് അവിടുത്തെ ഖമീസ് നീക്കി, അള്ളാന്റെ ഹബീബ് അവിടുത്തെ കുപ്പായം നീക്കി. സവാദ് തങ്ങളെ കയ്യിൽ വടിയുമായി മുത്തായ തങ്ങളെ നേരെ ചെല്ലുന്നു. അവിടുത്തെ പൂമേനയുടെ മൊഞ്ച് കണ്ടിട്ട് സ്വഹാബത്തിന്റെ കണ്ണ് തള്ളുന്നു. സൂര്യന് കിട്ടിയ ചന്തം അള്ളാന്റെ ഹബീബിൽ നിന്നാ, ചന്ദ്രന് കിട്ടിയത് മുത്തുനബിയിൽ നിന്നാ, യൂസുഫ് നബിക്ക് കിട്ടിയത് മുത്തുനബിന്റെ പകുതിയാ. ഇവിടെ ലോകത്തുള്ള സർവാലങ്കാരങ്ങളും എല്ലാ ഭംഗികളും അഷ്റഫുൽ ഖൽഖിന്റെ ഭംഗിന്റെ അംശത്തിന്റെ കോടി അംശത്തിന്റെ ഒരു ഭാഗമേ ഉള്ളൂ. മുത്തുനബിക്കല്ലേ ജമാലിയത്തിന്റെ പൂർണ്ണത നൽകിയത്. വഅഹ്സന മിൻക ലം തറഖത്തു ഐനി യാ റസൂലല്ലാഹ് വഅജ്മല മിൻക ലം തലിദിൻ നിസാ യാ ഹബീബല്ലാഹ് ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ യാ റസൂലല്ലാഹ് കഅന്നക ഖദ് ഖുലിഖത കമാ തശാ യാ നജി അല്ലാഹ്. ഏതുമ്മാക്കാണ് ഇത്ര അഴകുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്? ഇല്ല ഇല്ല, ഒരു അയ്ബും ചൂണ്ടിക്കാണിക്കാനില്ല. ഖിൽഖത്തിലില്ല, ഖുലുഖിലില്ല. ഈ അഴകാർന്ന മീനി കണ്ടിട്ട് സവാദ് തങ്ങൾ ഓടിയെടുക്കുകയാ. മുത്തുനബിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ കയ്യിലുള്ള കുന്തം ദൂരേക്ക് എറിഞ്ഞിട്ട് ഹബീബായ തങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. പൊറുക്കണേ നബിയേ, മാപ്പാക്കണേ നബിയേ. ഈ സവാദ് ഒരു പണിയൊപ്പിച്ചതാണ്. ഈ സവാദിനൊരു ആശയുണ്ട്. ഈ സവാദിന്റെ ശരീരം മണ്ണോട് ചേർന്ന് വെക്കുന്നതിന്റെ മുന്നേ ഹബീബായ തങ്ങളെ ശരീരത്തോടൊന്ന് ഒട്ടി നിൽക്കണം. ഈ മേനിയൊന്ന് അവിടത്തോട് ചേർന്നു നിന്നാ അല്ലാന്റെ റബ്ബേ, നാളെ ഖബറിൽ കിടക്കുമ്പോ എന്റെ ശരീരം ശിക്ഷിക്കപ്പെടൂലല്ലോ, നരകത്തിലെ വിറകാകൂലല്ലോ. ഈ ഒരാഗ്രഹം കൊണ്ട് ചെയ്തതാ നബിയേ. സ്വഹാബത്തിന്റെ മനസ്സമാധാനം വന്നുപോയി, സ്വഹാബത്തിന് ആശ്വാസം വന്നുപോയി.
പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളെ ഭംഗിയാണ്. അത് പുൽകാൻ കൊതിക്കാത്തവരാരാണ്? പക്ഷേ ആ ഭംഗി കണ്ടിട്ട് ഒരാൾക്കും തോന്നിവാസം വരൂല, മനസ്സില് മോശപ്പെട്ട ചിന്ത ഉദിക്കൂല. അതേ യൂസുഫ് നബിയെ കണ്ടിട്ട് സലീഹാ ബീവിക്ക് തോന്നിയതുപോലെ ഒരു തോന്നല് തോന്നിയിട്ടില്ല. അവിടുത്തെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ഭയമാണ്. അവിടുത്തെ ജമാലിയത്തിന്റെ കൂടെ അള്ളാ ജലാലിയത്ത് വെച്ചതാണ്. അള്ളാന്റെ ഹബീബിന്റെ മുഖകമലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതോടുകൂടെ അവിടുത്തെ കാണുമ്പോ ഒരു വല്ലാത്ത ഹൈബത്താണ്, ഒരു വല്ലാത്ത വഖാറാ. ഒരു സംഘത്തിൽ ഇങ്ങനെ മുത്തുനബി നിൽക്കുകയാണെങ്കിൽ ആരാണ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞു കൊടുക്കാതെ തന്നെ തിരിയുമാറ് വിധത്തില് ആ ഹബീബിനെ എടുത്തു കാണിക്കുമായിരുന്നു. വേഷഭൂഷാദികള് വേണ്ട, കോലം കെട്ടല് വേണ്ട, വലിയ ഒന്നും ചെയ്യാതെ തന്നെ ആ സദസ്സിൽ നോക്കിയാൽ ആരാണിവരെ നേതാവ് എന്ന് മനസ്സിൽ അതേ ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാനും കഴിയും വിധത്തില് നല്ല ഉയരത്തിലുള്ള ആളല്ല, എന്നാൽ കുറിയവനല്ല. അള്ളാന്റെ ഹബീബ് നല്ലോണം വെളുത്തിട്ടങ്ങ് ചുവന്ന ആളല്ല, എന്നാൽ ഇംഗ്ലീഷുകാരന്റെ വെളുപ്പുമല്ല. ഉള്ളു ചുകന്ന വെള്ള നിറം നബി, നീണ്ടവരല്ല അല്ല കുറിയവർ, നല്ല തടി മുഖം വട്ടനിലാവേ. ല്ല നല്ല തടിയുള്ള ആളുമല്ല, ഹൈറ്റ് ഉള്ള നല്ല നീളം വെച്ചിട്ട് ഒരു ബോറ നീളം അതുമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാത്തിനേക്കാളും ഭംഗിയുള്ളവരാണ്, എല്ലാം കൊണ്ടും മൊത്തവരാണ്. ആ ഹബീബായ തങ്ങളെ ഫോളോ ചെയ്യാണ് കോടിക്കണക്കിന് ആളുകള്, അനുകരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവിടുന്ന് പാലിച്ച പോലെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എത്ര ആയിരം മനുഷ്യന്മാരുണ്ട്. ഹബീബായ തങ്ങളെ താടിയല്ലേ മുഅ്മിനെ നമ്മളെ മുഖത്ത് തെളിയേണ്ടത്. അല്ലാഹ്, ഈ ചെറുപ്പക്കാർ എന്തൊരാവേശമാണ്. ഇവിടെ വന്നപ്പോൾ ധാരാളമായി കാണുന്നത് യുവാക്കളെയാണ്. ഓ ചെറുപ്പക്കാരാ, നമ്മളെ മുത്തായ തങ്ങളെ താടിയാ നമ്മളെ മുഖത്ത് തെളിയേണ്ടത്. അവിടുത്തെ സുന്നത്താ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ജീവിതത്തിൽ ചെയ്യരുത്. നമ്മൾ ആരെ റോൾ മോഡലാക്കണോ? ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ഹബീബിനെയാണ് നിങ്ങൾ റോൾ മോഡലാക്കേണ്ടത്. അവിടുന്ന് എങ്ങനെയാ പഠിപ്പിച്ചത്, അതുപോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കണേ. അതുകൊണ്ട് മുത്തുനബി മീശ വെട്ടിയതുപോലെ വെട്ട്. നിന്റെ ചുണ്ടിലേക്ക് താഴ്ന്നിറങ്ങുന്ന മീശയല്ല വേണ്ടത്. മുത്തുനബിയുടെ ചുണ്ടിന്റെ വെളുപ്പ് കാണാമായിരുന്നു. ചുണ്ടിന്റെ ചുകപ്പിന്റെ മുകളിലുള്ള വെള്ള ലൈന് അത് കാണും വിധത്തിലായിരുന്നു ഹബീബായ തങ്ങൾ മീശ വെട്ടിയിരുന്നത്. താടി എപ്പോഴും നല്ല വെട്ടി ഒതുക്കാറുണ്ടായിരുന്നു. അലക്ഷ്യമായി മുത്തുനബി താടി നീട്ടിയിട്ടില്ല, പറ്റ ചെറുതാക്കിയിട്ടില്ല, ഷേവ് ചെയ്തിട്ടില്ല. നമ്മുടെ താടിയും അങ്ങനെയാകണോ? അതൊരു സുന്നിന്റെ താടിയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ താടിയാണ്. അത് നൂറുള്ള താടിയാ. മാഷാ അല്ലാഹ്, ഈ സദസ്സിൽ നോക്കുമ്പോ ഒരുപാട് ആളുകളെ തലയിൽ തൊപ്പിയുണ്ട്. നല്ല സന്തോഷം.